നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ആരോഗ്യ കേരളം എന്ന് വെച്ചാൽ നമ്മുടെ ആശുപത്രി, താലൂക്ക് ആശുപത്രി മുതൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വരെയുള്ള കാര്യങ്ങളാണ്. ചെറുകിട ഹോസ്പിറ്റലുകൾ എന്ന് വെച്ചാൽ താലൂക്ക് ആശുപത്രി പാവപ്പെട്ട തോട്ടം തൊഴിലാളികളും പാവപ്പെട്ട ആൾക്കാരും ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതാണ് നമ്മുടെ സർക്കാർ ആശുപത്രി. പണ്ടൊക്കെ ധർമാശുപത്രി എന്നായിരുന്നു അറിയപ്പെടുന്നത്. ഇന്ന് സർക്കാർ ആശുപത്രി എന്ന് വളരെ വ്യക്തമോടെ പറയുന്നു. അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഓടിച്ചേറി ചെല്ലാൻ പറ്റിയ വളരെ തുച്ഛമായ നിരക്കിൽ നമുക്ക് നമ്മുടെ രോഗം മാറും എന്ന് നമ്മൾ വിശ്വസിക്കുന്ന സ്ഥലമാണ്. പക്ഷേ ഇപ്പം ഞാൻ അന്വേഷിച്ചിടത്തോളം നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജ് അങ്ങനെയുള്ള കോട്ടയം അങ്ങനെയുള്ള മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്ന കേസുകൾ വൻകിട ആൾക്കാർ അല്ലെങ്കിൽ അതിനൊക്കെ വലിയ മാഫിയ പ്രവർത്തിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. എന്ന് വെച്ചാൽ ഡോക്ടറെ കണ്ട് ഒരു എക്സ്റേ എടുക്കണമെങ്കിൽ ഡോക്ടർ പറയുന്ന ലാബിൽ തന്നെ പോയി എക്സ്റേ എടുക്കുക. ഡോക്ടർ ഒരു കുറിപ്പടി തന്ന് മരുന്ന് മേടിക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആണെങ്കിൽ അങ്ങോട്ട് ഡോക്ടർ നമുക്കൊരു കുറിപ്പടി തന്നു വിട്ടാൽ ആ പറയുന്നിടത്ത് പോയി മേടിക്കണം എന്നുള്ളതാണ് നിയമം, ഡോക്ടറുടെ നിയമമാണ്. അതുപോലെ തന്നെ എക്സ്റേ എടുത്തിട്ട് വേറെ എവിടെയെങ്കിലും പോയി നമ്മൾ എക്സ്റേ എടുത്ത് അതിന് തെളിച്ചക്കുറവ് എന്നും പറഞ്ഞ് ഡോക്ടർ തന്നെ പറഞ്ഞ് ഇന്ന ലാബിൽ പോയാലേ നിങ്ങളോട് എടുക്കാൻ പറഞ്ഞതെന്ന് ചോദിക്കും. എനിക്ക് തോന്നുന്നത് കോട്ടയം മെഡിക്കൽ കോളേജ് പോലെയുള്ള അവിടുത്തെ ലാബുകളിലെല്ലാം വൻതോതിൽ കമ്മീഷൻ പറ്റിക്കൊണ്ടാണ് സർക്കാർ ഡോക്ടർമാരിയിരിക്കുന്നത്. സർക്കാർ കൊടുക്കുന്ന ശമ്പളം അല്ലാതെ അല്ലെങ്കിൽ ദൈവത്തെ പോലെ കാണുന്ന ഡോക്ടർമാർ പാവപ്പെട്ട രോഗികളെ ചതിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അതിൻ്റെ ഉള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് അവിടെ തൊട്ടടുത്ത് ഇപ്പോൾ സാധാരണക്കാരൻ ചെന്ന് കഴിഞ്ഞാൽ അന്നേരം പറയും ഇന്നടത്ത് പോയി എടുക്കണം എന്ന് പറയും, ഇന്ന മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് മേടിക്കണം എന്ന് പറയും. ഈ കുത്തക കമ്പനികൾ അല്ലെങ്കിൽ ഡോക്ടർക്ക് കമ്മീഷൻ കൊടുത്തുകൊണ്ട് പാവപ്പെട്ട രോഗികളെ ഇങ്ങനെ പൈസ പിഴിഞ്ഞ് കൊല്ലാക്കൊല ചെയ്യുന്ന ഒരു കേരളമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗോഡ്സ് ഓൺ കൺട്രി എന്നറിയപ്പെടുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ പാവങ്ങൾക്ക് കിട്ടേണ്ട ഒരു ആവശ്യം മെഡിസിനാണ്, മരുന്ന്. മെഡിസിൻ നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങനെ ഒരെണ്ണം വന്നാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകാർ സഹിതം അടിയാകും. കാരണം ഇന്ന് പ്രിയദർശിനി ബസ് യാത്ര പോലെയാണ് നാളെ ഹോസ്പിറ്റൽ ഫുള്ളായിട്ട് സൗജന്യമായ എക്സ്റേ ECG എല്ലാം സൗജന്യമായി കഴിഞ്ഞാൽ എല്ലാ ഹോസ്പിറ്റലും നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ പോകും. സർക്കാർ ഹോസ്പിറ്റൽ അങ്ങനെ ഒരു രീതിയിലേക്ക് കൊണ്ടുവരണം കേരളത്തെ. അതാണ് മുരളീധരൻ സാർ ബഹുമാനപ്പെട്ട മന്ത്രിയോട് എനിക്ക് പറയാനുള്ളത്. അതേ രീതിയിൽ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ പോലും കുറച്ചെങ്കിലും സൗജന്യം കൊടുക്കുക. കാരണം 57 കോടി വേസ്റ്റാക്കി കളയുന്ന ഈ സർക്കാരിന് KSRTCയിലെ ഒരു മാസത്തെയാണ് 57 കോടി. അത് വേസ്റ്റാണ്. കാരണം സ്ത്രീകൾക്ക് യാത്ര കൊടുത്ത് അത് വലിയ പുണ്യപ്രവൃത്തിയൊന്നുമായിട്ട് പറയാൻ പറ്റില്ല. കാരണം അതിൻ്റെ അകത്ത് പാവങ്ങളൊന്നും യാത്ര ചെയ്യുന്നില്ല. അതേസമയം സർക്കാർ ഹോസ്പിറ്റലുകളിൽ ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് എന്ന് വെച്ചാൽ മരുന്നും ചികിത്സയും കൃത്യമായ രീതിയിൽ സൗജന്യമായിട്ട് ഡോക്ടർമാർ ഉച്ചയ്ക്ക് ലീവ് എടുത്ത് സ്വന്തം ക്ലിനിക്ക് നോക്കാൻ പോകാതെ സ്വന്തം ക്ലിനിക്കിലേക്ക് വരാൻ രോഗികളോട് പറയാതെ അവിടെ 2000-3000 രൂപ ഈടാക്കാതെ സ്വന്തം രീതിയിൽ ഡോക്ടർ മെഡിക്കൽ കോളേജിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതാണ് സർക്കാർ. അല്ലെങ്കിൽ ഉച്ചവരെ മെഡിക്കൽ കോളേജിൽ ഇരിക്കും, അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് ലീവ് എടുത്തിട്ട് നേരെ ഡോക്ടർക്ക് സ്വന്തമായിട്ട് ക്ലിനിക്കാം. അവിടെ പാവപ്പെട്ട രോഗികളെ കുത്തിപ്പിഴിയുകയാണ്. ഓപ്പറേഷൻ ഡേറ്റ് തീരുമാനിക്കുമ്പോൾ പലപ്പോഴും 24 അടക്കം റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് 2000 രൂപ കമ്മീഷൻ കൊടുത്തിട്ടാണ് അവിടെ ഓപ്പറേഷൻ നടന്നത്. എന്തിനാണ് ഒരു ദൈവത്തിന് നമ്മൾ ഇത് കൊടുക്കുന്നത്? ദൈവമായിട്ടാണ് ഡോക്ടറെ കാണുന്നത്. അപ്പം ഈ സർക്കാർ വന്നാൽ പിന്നെ ഈ പ്രിയദർശിനി യാത്രയൊന്നും അല്ല ചെയ്യേണ്ട. പാവപ്പെട്ട രോഗികൾക്കുള്ള അത് ഔദാര്യമല്ല, അവകാശമാണ്. കാരണം ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ നിന്നും താലൂക്ക് ആശുപത്രിയിൽ റെഫർ ചെയ്താൽ നേരെ കോട്ടയം മെഡിക്കൽ കോളേജാണ്. ഈ ഇടുക്കി പൈനാവിൽ ഒരു ഹോസ്പിറ്റലുണ്ട്, ഇടുക്കി മെഡിക്കൽ കോളേജ്. അതിൻ്റെ അകത്ത് എല്ലാ നിലവാരങ്ങളും ഉണ്ടെന്ന് കൊട്ടിഘോഷിച്ച് ചെയ്തതാണ്. പക്ഷേ ഒരു നിലവാരങ്ങളും അതിൻ്റെ അകത്തില്ല. വ്യക്തമായ രീതിയിലുള്ള ഡോക്ടറില്ല. ഡോക്ടർ ഉണ്ടെങ്കിൽ തന്നെ മുകളിലോട്ട് കയറി പോകണമെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഏത് നിലയിലാണെന്ന് പാവപ്പെട്ട രോഗികൾ കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് അവിടെ ഉണ്ട്. പക്ഷേ മെഡിക്കൽ കോളേജ് വേണ്ടത്ര സൗകര്യമില്ല. അവിടുന്ന് പോലും റെഫർ ചെയ്യുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ്. അപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജ് എന്ന് വെച്ചാൽ ഇടുക്കിയിൽ ജനങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ്. കാരണം പെട്ടെന്നൊരു എമർജൻസി ആവശ്യം വന്നാൽ ഇടുക്കിയിലേക്കാണ്. ഇടുക്കിയിൽ ഏറ്റവും അടുത്ത ആശുപത്രി എന്ന് വെച്ചാൽ ഇടുക്കി പൈനാവ് മെഡിക്കൽ കോളേജ് തന്നെയാണ്. അപ്പോൾ അതിൽ പോലും പല ഹോസ്പിറ്റലും അങ്ങനെയാണ്. കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വരെ ഹൈടെക് ആണെന്ന് കൊട്ടിഘോഷിച്ച് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു വച്ചിരിക്കുന്ന, അല്ലെങ്കിൽ പിണറായി വിജയൻ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഉദ്ഘാടനം ചെയ്തു, മിഷനറി പോലും ഇല്ലാതെ ICU ഉദ്ഘാടനം ചെയ്തു മറ്റേ വീണ ജോർജ്. ഇലക്ഷന് തലേദിവസം എന്ന് വെച്ചാൽ ഇലക്ഷൻ്റെ ഇത് വരുന്നതിന് മുമ്പ് വീണ ജോർജ് പോയി ഓടിച്ചിട്ട് എല്ലാ ആശുപത്രി ഉദ്ഘാടനം ചെയ്തു. അവിടെ മിഷനറി പോലും ഇല്ല. പല ന്യൂസുകളും റിപ്പോർട്ട് ചെയ്തതാണ്. അതിലൊക്കെ കണ്ണു തുറക്കണം VD സതീശൻ, ഞങ്ങളുടെ പുതിയ മുഖ്യമന്ത്രി. അതിലൊക്കെ കണ്ണു തുറന്ന് അതിലേക്ക് വേണ്ട ആവശ്യമായ സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചുകൊണ്ട് കൂടുതലായിട്ട് സാധാരണക്കാരിലേക്ക് ഇറങ്ങി വരും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിലുപരി
ആരോഗ്യവകുപ്പ് മന്ത്രി ആരോഗ്യവകുപ്പ് മന്ത്രി മുരളി സാർ, താങ്കൾക്കും ജനത്തിൻ്റെ മനസ്സിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങി വരാൻ പറ്റിയ ഒരു മേഖല തന്നെയാണ് ഈ ആരോഗ്യമന്ത്രി എന്നത്. കാരണം കൃത്യമായ രീതിയിലുള്ള പരിശോധനകളും കൃത്യമായ രീതിയിലൊക്കെയുള്ള ഏതൊക്കെ ഡോക്ടർമാർ എന്തൊക്കെ അലമ്പ് കാണിക്കുന്നു അവരെയെല്ലാം തക്കതായ നടപടി എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നമ്മുടെ കേരളത്തിൽ ഒരുപാട് പേർക്ക് ആശ്രയമായി മാറുന്ന സർക്കാർ ഹോസ്പിറ്റലിൽ ഒരുപാട് ആൾക്കാർ ഓടിയെത്തും. നിങ്ങളെ ഒരുപാട് വാനോളം ദൈവത്തിന് തുല്യം തന്നെ കാണും. കാരണം ഒരു മന്ത്രിയായിട്ട് നിങ്ങളെ കാണില്ല, വീട്ടിലെ ഒരു അംഗമായി കാണും. കാരണം അതുപോലെ ജനങ്ങൾ വളരും. കാരണം പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടത് എപ്പോഴും മരുന്ന് തന്നെയാണ്. ഒരു മാറുന്ന കേരളം തന്നെയാണ് എല്ലാവരുടെയും ലക്ഷ്യവും. അതിനുവേണ്ടിയാണ് നിങ്ങളെയൊക്കെ ഭരണത്തിലേക്ക് കൊണ്ടുവന്നതും. അതുകൊണ്ട് മെഡിക്കൽ കോളേജ്, ഇടുക്കിയുടെ മെഡിക്കൽ കോളേജ് എന്ന സ്വപ്നം മുന്നോട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങളും നോക്കണമെന്ന് അപേക്ഷിക്കുന്നു. അതിലുപരി ഒരു സാധാരണക്കാരനും തിരിച്ചു പോകാത്ത രീതിയിൽ തന്നെ, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനെയും കുത്തിപ്പിഴിഞ്ഞ് മേടിക്കാത്ത രീതിയിൽ എല്ലാ മെഡിക്കൽ കോളേജുകളും എല്ലാ താലൂക്ക് ഹോസ്പിറ്റലുകളും വളരണമെന്നാണ് ആവശ്യം. കാരണം ഒരുപാട് ദൂരം യാത്ര ചെയ്തും നടന്നും ഇരുന്നുമാണ് ഓരോ രോഗികളും താലൂക്ക് മുതൽ അങ്ങ് മെഡിക്കൽ കോളേജ് വരെ എത്തുന്നത്. അവരുടെ ഈ പൈസ ഉണ്ടെങ്കിൽ അവർ പ്രൈവറ്റിൽ പോകും. പൈസ ഇല്ലാത്തവരാണ് സാർ കൂടുതലും അവിടെ എത്തുന്നത്. അത് ചിന്തിക്കണം. അവിടെ ചിന്തിക്കുന്ന അയ്യപ്പ സേവാ സംഘം മുതലുള്ള ആൾക്കാർ അന്നദാനം എടുക്കുമ്പോൾ നമ്മൾക്കറിയാം അവിടെ എത്ര പേര് വന്ന് ക്യൂ നിൽക്കുമെന്ന്. അവർ അന്നദാനം കഴിക്കാൻ തന്നെ ക്യൂ നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത്രയും പൈസ എന്ന് വെച്ചാൽ ഏകദേശം 80 രൂപ എടുത്ത് ഒരു ഊണിനാകുന്നത് അവരുടെ കയ്യിൽ ആ 80 രൂപ വരും. അതുപോലെ പുണ്യപ്രവൃത്തിയാണ് അയ്യപ്പ സേവാ സംഘം പോലുള്ള അവിടെ ആഹാരം കൊടുക്കുന്നവർ ചെയ്യുന്നതും. അപ്പോൾ സാർ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതുപോലെ ഊണിന് എത്ര പേര് അവിടെ വരി നിൽക്കുന്നുണ്ടെന്ന് നോക്കിയാൽ മതി. അയ്യപ്പ സേവാ സംഘത്തിൻ്റെ അന്നദാനത്തിൽ എത്ര പേര് വരി നിൽക്കുന്നുണ്ടെന്ന് നോക്കിയാൽ മതി. അപ്പോൾ അതിന് പോലും ഇല്ലാത്തവരോട് എക്സ്റേയും സ്കാനിങ്ങും ECGയും പോലുള്ള കാര്യങ്ങൾ പുറത്തെ പ്രൈവറ്റ് ലാബിൽ പോയി എടുക്കുമ്പോൾ അവരുടെ ഇത് 10,000-2000 രൂപയാണ് മേടിക്കുന്നത്. അതിൻ്റെ കമ്മീഷൻ ഓരോ ഡോക്ടർമാർക്കും വീതിച്ച് തന്നെയാണ് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് എല്ലാവരും പറയാൻ മടിക്കുന്ന ഒരു സത്യമാണ്. കാരണം ഇനിയും മെഡിക്കൽ കോളേജിൽ ചെല്ലുമ്പോൾ ഞങ്ങളെ ചിലപ്പോൾ കുത്തിക്കീറി അവർ കൊന്നാലോ അല്ലെങ്കിൽ കത്രിക മറന്നു വെച്ചാലോ എന്നൊരു മനസ്സിലൊരു ഭയം ഉള്ളത് കൊണ്ടാണ് ഒരു ജനവും ഒരാൾക്കാരും ഇങ്ങനെ തുറന്ന് പറയാത്തത്. ഞാൻ തുറന്ന് പറയുന്നു. കാരണം എനിക്ക് സത്യത്തിൻ്റെ കൂടെ നിന്നാണ് ശീലം. ഞാൻ തുറന്ന് പറയുന്നു. പലരും പറയാൻ മടിക്കുന്ന കാര്യം തന്നെയാണ്. കാരണം കൊലക്കത്തി വെക്കുന്ന ഡോക്ടർമാരാണ് മെഡിക്കൽ കോളേജ് പോലുള്ള ഉയർന്ന നിലകളിൽ ഇരിക്കുന്നത്. അവരെ സംരക്ഷിക്കാനും അവരെ കാത്തു രക്ഷിക്കാനും ഓരോ അസോസിയേഷനുമുണ്ട്, ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും എല്ലാം. സാധാരണക്കാരൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ ആരോടും മറുപടി പറയാതിരിക്കുവാൻ അല്ലെങ്കിൽ ആരോടും ചോദ്യം ചെയ്യുവാനും ആരുമില്ല. മൃതദേഹമായിട്ടൊന്ന് പ്രതിഷേധം നടത്തിയാൽ പിന്നെ അന്നാരെ ഡോക്ടർമാരെല്ലാം പണിമുടക്കും. ഡോക്ടർമാർ പണിമുടക്കി കഴിഞ്ഞാൽ അന്നാരെ സർക്കാർ വഴങ്ങും. അതാണ് ഇതിൻ്റെ അകത്ത് കണ്ടുവരുന്നത്. വഴങ്ങാതിരിക്കണമെങ്കിൽ അർഹതപ്പെട്ട ഒരുപാട് നേഴ്സും ഒരുപാട് ഡോക്ടർമാരും PSC എഴുതി കാലപരിധി കഴിഞ്ഞും സമയപരിധി കഴിഞ്ഞും നിൽപ്പുണ്ട്. അവരെ എടുക്കണം. അവർക്കാകുമ്പോൾ ഒരു പാർട്ടി കാണില്ല. പാർട്ടി വെച്ചല്ല ഓരോ രോഗികളെയും ഓരോ പ്രസവ കേസും നോക്കേണ്ടത്. പാർട്ടി വെച്ചല്ല, മനസ്സാക്ഷിയുടെ ചോദ്യത്തിന് മുന്നിലാണ് എടുക്കേണ്ടത്. അല്ലെങ്കിൽ രക്തസ്രാവം കൂടിപ്പോയി, കുഞ്ഞ് മരിച്ചുപോയി, അമ്മ മരിച്ചുപോയി എന്ന് നമ്മുടെ നിരന്തരം കേൾക്കുന്ന ഈ ന്യൂസ്, അതിലേക്ക് പ്രതികരിക്കാൻ ആരെങ്കിലും ചെന്നാൽ ഡോക്ടർമാർ പണിമുടക്കുമെന്ന ഭീഷണി. അത് നിർത്തണം ഈ കേരളത്തിൽ. യൂണിയൻ പാർട്ടികളെ പിരിച്ചു വിട്ടുകൊണ്ട് അല്ലെങ്കിൽ യൂണിയൻ പാർട്ടികളെ കളഞ്ഞുകൊണ്ട് തന്നെ സാർ അർഹതപ്പെട്ടവർക്ക് ജോലി കൊടുക്കൂ. അർഹതപ്പെട്ടവർക്ക് ജോലി കൊടുത്താൽ കൃത്യമായ രീതിയിൽ അവിടെ ജോലി പരിപാലനം നടക്കും. രോഗികളെ കൃത്യമായ രീതിയിൽ പരിചരിക്കും. പുഴുവരിച്ചു മെഡിക്കൽ കോളേജിൽ, ഈയിടെ ന്യൂസിൽ വന്നാണ് പുഴുവരിച്ചു. കൃത്യമായ രീതിയിൽ ഡ്രസ്സ് ചെയ്യാൻ പോലും അവർക്ക് പൈസ ഇല്ലായിരിക്കാം. അല്ലെങ്കിൽ അവർ ചോദിച്ച കൈക്കൂലി കൊടുക്കുവാൻ അവരുടെ കയ്യിൽ ഇല്ലായിരുന്നായിരിക്കാം. അതാണ് സാർ അതിൽ സംഭവിച്ചത്. അതിന് കൃത്യമായ സമഗ്രമായ ഒരു അന്വേഷണം നടത്തിയാൽ ചിലപ്പോൾ പുഴുവരിക്കാൻ വിട്ടുകൊടുത്ത ഡോക്ടറെ അടക്കം പുറന്തള്ളേണ്ടി വരും. ഒരു അസോസിയേഷനും ഇല്ലാത്ത ആൾക്കാരെ PSC മുഖാന്തരം എടുക്കുക. സർക്കാർ സ്വതന്ത്രമായി ഭരിക്കുക. ആരുടെയും അടിമയായി ഒരു പാർട്ടിയുടെയും അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ്റെയും അടിമയായി ഭരിക്കാതിരിക്കുക. സർക്കാർ ജനങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുക എന്ന് വെച്ചാൽ സ്വതന്ത്രമായി ഭരിക്കുക. ഓരോ രോഗികളും ആശ്രയിച്ചു വരുന്ന ഓരോ താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജിൽ വരെ ഓരോന്നിനും കൃത്യമായ രീതിയിലുള്ള പരിചരണം ആവശ്യമാണ്. അതിന് വേണ്ടത് അഴുക്കുചാല് ക്ലീൻ ചെയ്യുക തന്നെ വേണം. കാരണം നമ്മുടെ സിസ്റ്റമാണ് ആരോഗ്യവകുപ്പ് എന്ന സിസ്റ്റം മൊത്തം വീണ ജോർജ് മന്ത്രിയായിരുന്നപ്പോൾ തന്നെ അഴുക്കുചാലിൽ വീണിരുന്നു. ഇനി വേണ്ടത് അവിടുന്ന് ഒരു ക്ലീനിങ് ആണ്. അഴുക്കുചാല് ക്ലീൻ ചെയ്ത് ചിലത് പൊട്ടിത്തെറിയും നാറ്റം ഒക്കെ ഉണ്ടാവും.
അഴുക്കുചാല് ക്ലീൻ ചെയ്ത് പുതുതലമുറയ്ക്ക് വേണ്ടി പുതുവഴി തുറന്നു കൊടുക്കണം. അതിന് സർക്കാർ മുന്നിട്ടിറങ്ങണം. ഭീഷണികൾ ഉണ്ടാവും. പക്ഷേ പതറാതെ 102 സീറ്റ് നേടിയ UDF സർക്കാർ മുന്നോട്ടെടുക്കുമെന്ന് തന്നെയാണ് ജനങ്ങളുടെ വിശ്വാസം. ഓരോ ആൾക്കാരും ആശുപത്രിയിൽ ഓടിയെത്തുമ്പോൾ അവർക്കൊരു വിശ്വാസമുണ്ട്, അവരുടെ ജീവൻ സുരക്ഷിതമായി വീട്ടിലെത്തുമെന്ന്. നമ്മൾ കണ്ടതാണ് LDFന്റെ ഭരണകാലത്ത് കത്രിക മറന്നതും, നെഞ്ചിൽ നൂല് വെച്ച് തയ്ച്ചതും, പഞ്ഞി വെച്ച് തയ്ച്ചതും, നാക്ക് മുറിക്കാൻ ചെന്ന പാവപ്പെട്ട ആളുടെ കൈവിരൽ മുറിച്ചതും, കൈക്ക് ചെറിയ പഴുപ്പ് കയറിയതിന് കൈത്തണ്ട മുറിച്ച് കളഞ്ഞതും എല്ലാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കേട്ട ന്യൂസുകളാണ്. ഇനിയും ആവർത്തിക്കാതിരിക്കട്ടെ. ഈ കൊച്ചു കേരളത്തിൽ ഒരാളുടെയും ജീവൻ നഷ്ടപ്പെടാതിരിക്കട്ടെ. ആശുപത്രിയുടെ അലംഭാവം കൊണ്ട്, അല്ലെങ്കിൽ ഉപകരണമില്ല എന്ന് പറഞ്ഞ് അവിടെ ഒരു ഉപകരണത്തിൻ്റെ കുറവ് വന്ന് ഒരു രോഗിയും മരിക്കാതിരിക്കട്ടെ. കൈകോർക്കാം, ജനങ്ങളുണ്ട് കൂടെ, സർക്കാരിൻ്റെ കൂടെ. എന്നും UDFന്റെ കൂടെ ആത്മാർത്ഥത കാണിച്ച് ആത്മാർത്ഥതയോടെ നിന്നാൽ പാർട്ടിക്കൊപ്പം ജനങ്ങളുണ്ട്. അതാണ് ജനമനസ്സ്. ഏത് പാർട്ടി തെറ്റ് കാണിച്ചാലും അത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. UDF ആണെങ്കിലും LDF ആണെങ്കിലും BJP ആണെങ്കിലും. കാരണം ജനങ്ങൾക്ക് ചോദിക്കാം. ജനങ്ങളാൽ തിരഞ്ഞെടുത്ത നേതാവാണ് നിങ്ങൾ. നിങ്ങളോട് ഞങ്ങൾ ചോദിക്കുന്നു, പുതിയൊരു ഹോസ്പിറ്റൽ, പുതിയ ജീവൻ, അതിനി ജനങ്ങൾക്ക്.